ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ ജോഷി. അപ്പം 2 ദിവസം മുമ്പേ എൻ്റെ കൈ കെട്ടിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമതും വന്നിട്ടുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ബൈ ചാൻസ് വേദന വരികയാണെങ്കിൽ ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയിലൊന്നും കൂടി വേണേൽ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ചൂട് പിടിക്കുന്നുണ്ട്, തൈലം പുരട്ടി ഉടച്ച് തന്ന് രണ്ടാമത് നല്ല ടൈറ്റ് പോലെ കെട്ടിത്തന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെറിയ നല്ലതുപോലെ വെറീസാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ പതിവ് പോലെ ഒരു ചായക്കടയിൽ കയറി. ഇങ്ങനെ ഡെയിലി ചായക്കടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കയറണമെന്നല്ല കേട്ടോ, മോനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അവനിങ്ങനെ പുറത്ത് ഇങ്ങനെ കറങ്ങാനൊക്കെ വലിയ ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് കയ്യും കെട്ടി വേഗം വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഓമ്പ് റീസാക്കും. അങ്ങനെ കയറിയതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ അടുത്തുള്ള കുറച്ച് സ്പേസൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കയറി. ആദ്യമായിട്ടാണ് ഈ ചായക്കടയിൽ കയറുന്നത്. അവിടെ ചെന്നിട്ട് ഒരു മാക്രോണിയും പറഞ്ഞു, പിന്നെ ഓനൊരു വടയും പറഞ്ഞു കേട്ടോ. പിന്നെ ഹോർലിക്സും ഏട്ടനൊരു ലൈറ്റ് ചായയും ഇവരാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല ഒരു നൈസായ പ്ലേസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, അവനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഷോപ്പ്. നല്ല ഒരു വൃത്തിയുള്ളൊരു ഷോപ്പ്. പിന്നെ ഇളമരം പാലത്ത് കൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയോണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, നല്ല വെയിലും ആയതുകൊണ്ടാണ് അവിടെ ഇറങ്ങാഞ്ഞല്ലേ. ഞങ്ങൾ കുറച്ച് നേരം അടുക്ക നടന്ന് മോനെ കൊണ്ടൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ നടപ്പിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ നല്ല ചുട്ട വെയിൽ, വെറുതെ ഒരു അസുഖങ്ങൾ വരുത്തേണ്ട കഴിച്ചിട്ട് വേഗം തിരിച്ച് പോകുന്നു കേട്ടോ. പിന്നെ അപ്പം ആൾ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. എന്നാലും അവൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഹാപ്പി ആയില്ല. കാരണം കുറച്ചും കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിക്കായിരുന്നു ആശാൻ ഓടിച്ചാടി വന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സന്ധ്യ ആയതുകൊണ്ടും പിന്നെ നല്ല വെയിലായതുകൊണ്ടും ഓവർ ലൈറ്റ് ആവണ്ടെന്ന് കരുതി വേഗം പോകുന്നു കേട്ടോ. പിന്നെ കൈ എനിക്കിങ്ങനെ കെട്ടിയത് കൊണ്ട് റീസ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയും പോയി. ഇനി കെട്ടില്ല എന്ന് വിശ്വസിക്കാം. എന്തായാലും ഇതോടെ എല്ലാം തീരുമെന്ന് വിശ്വസിക്കാം. കയ്യിൻ്റെ അവസ്ഥ ഇതാണ്, പെയിനുണ്ട്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.